ഹൈന്ദവ വികാരം ആളിക്കത്തിച്ച് തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ നേതാവ് നരേന്ദ്രമോദി എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ഹിന്ദുമത വിഭാഗത്തിൻ്റെ മഹാക്ഷേത്രമായിട്ടുള്ള ശബരിമലയിൽ ആ ശബരിമല ശ്രീകോവിലിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ അതിശക്തമായി രംഗത്ത് വരേണ്ട പാർട്ടി സ്വാഭാവികമായിട്ടൊരു നാച്ചുറൽ ചോയ്സ് എന്നുള്ളതിൽ ആരാണ് സുഹൃത്തുക്കളെ? അത് BJP അല്ല. ക്ഷേത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ക്ഷേത്രങ്ങൾ ഹിന്ദു വികാരം, ക്ഷേത്രം ഹിന്ദു വികാരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വളർത്തിക്കൊണ്ടത്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ശബരിമല വിഷയം വരുമ്പോൾ ഏറ്റവും ശക്തമായി രംഗത്ത് വരേണ്ടത് അവരല്ലേ. നമുക്കറിയാലോ 2019 യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന പ്രചരണത്തിൽ ഏറ്റവും മുന്നിൽ നിന്നത് അവരാണ്. അന്ന് BJPയുടെ പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രനെതിരെ 100 കേസുകൾ ഉണ്ടായിരുന്നു. അവർ 2PD സമരങ്ങൾ അന്നുണ്ടായപ്പോൾ അതിൻ്റെ എല്ലാം നേതൃത്വത്തിൽ BJP ആണ്. കാരണം വെച്ചാൽ അതൊരു ഹൈന്ദവ വിഷയമായിരുന്നു എന്നുള്ളതുകൊണ്ട്, ഹൈന്ദവരെ ഉണർത്താൻ കഴിയുന്നൊരു വിഷയമാണെന്നുള്ളതുകൊണ്ടാണ് BJP അതിനകത്തേക്ക് ചാടി വീണത്. നമുക്കറിയാം അതിനുശേഷം ഈ ഹൈന്ദവ വികാരം ഉത്തേജിപ്പിക്കാനുള്ള ഏത് പ്രവർത്തനം നടന്നാലും അതിൻ്റെ കുന്തമുനയായിട്ട് BJPയും BJPയുടെ നേതാക്കന്മാരും ഒക്കെ നിൽക്കുന്ന കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വരുമ്പോൾ, അതും അവിടുത്തെ സ്വർണം കൊള്ള നടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ BJP അതിലേക്ക് ചാടി വീഴുമെന്നുള്ളത് സ്വാഭാവികമല്ലേ? ചാടി വീഴുമെന്നല്ലേ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കേരളത്തിൽ എന്താ സംഭവിച്ചത്? നമ്മളൊന്ന് നോക്കി. 2025 ഓഗസ്റ്റിലോ മറ്റോ ആണ് ഹൈക്കോടതി ഈ വിഷയം പുറത്തേക്ക് കൊണ്ടിരുന്നത്. 5-6 വർഷക്കാലമായി കേരളത്തിൽ വ്യാപകമായിട്ടുള്ള ചർച്ചാ വിഷയമാണ് ഈ ശബരിമല പെരുങ്കൊള്ള.